നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാത്ത് ഇസ് ദ ഗോൾ എന്നുള്ള ഈ ഡിസ്കഷനിൽ ലാലാജി മഹാരാജിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ എന്തിനു വേണ്ടിയാണ്? ഇവിടെ ദിവ്യമായിട്ടുള്ള ഡിവൈൻ ആയിട്ടുള്ള ഒരു കിങ്ഡം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് റിയലൈസ് ആയിട്ടാണ്, സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് റിയലൈസ് ചെയ്യുക. അപ്പൊ ആദ്യം റിയലൈസ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലാണ്. ആ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രധാനപ്പെട്ടതായിട്ട് നടപ്പാക്കേണ്ടത് അത് ചെയ്യുന്ന അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾ തന്നെയാണ്. നമ്മളതിന്റെ റിസൾട്ട്സിന് വേണ്ടി പുറമേക്ക് നോക്കേണ്ട കാര്യമില്ല. പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോൾ ഡിവൈൻ കിങ്ഡം എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. പാത അതന്നെയാണ് ലക്ഷ്യം എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ സാധൂകരിക്കുന്നതാണ് ഇത്. ഇപ്പൊ ലാലാജി മഹാരാജ് പറയുന്നുണ്ട്, നമ്മള് ഇതിലെ 3 പാരഗ്രാഫ്സ് വായിച്ചു കഴിഞ്ഞു. അപ്പൊ അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. This is a philosophy that when the flow of conversation proceeds in conformity with reality, there develops a state of harmony between the two. അപ്പൊ ആ യഥാർത്ഥത്തിലുള്ള സത്യവുമായിട്ട് ഹാർമണിയിലാണ് കോൺവെർസേഷൻ ഫ്ലോ ചെയ്യുന്നത്, ഒഴുകുന്നതെങ്കിൽ അവ തമ്മിലൊരു ഹാർമണി വരുന്നതാണ്. കൺഫോമിറ്റി ആയിട്ട് അത് തമ്മിലൊരു സാമഞ്ജസ്യം വരുന്നു. അപ്പൊ നമ്മുടെ കോൺവെർസേഷൻ എപ്പോഴും ആ റിയാലിറ്റിയിൽ കണക്റ്റഡ് ആയിരിക്കണം, അത് ഉറപ്പുവരുത്തണം. ത്രൂ ദാറ്റ് ഹാർമണി ദ ഡിവൈൻ വേ സ്റ്റാർട്ട്സ് ഡെവലപ്പിംഗ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ദിവ്യമായിട്ടുള്ള മാർഗം ഓട്ടോമാറ്റിക്കായിട്ട് വളരാൻ തുടങ്ങും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇത് സത്യമാണ്. നമ്മൾ ആ സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മളുടെ വാക്കുകൾ വേണ്ട രീതിയിൽ
ഉച്ചരിക്കാനായിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പ്രാക്ടീസ് നടത്തുമ്പോൾ, അവിടെ പ്രാക്ടീസ് വേണമെന്ന് ലാലാജി മഹാരാജ് പറയുന്നുണ്ട്. Everything is possible through sustained effort and courage if the grace of the Guru is there. എഫേർട്ട് വേണം, ധൈര്യം വേണം. കറേജ്, എന്താണ് ധൈര്യം? ഇത് നടപ്പാക്കണമെങ്കിൽ കുറച്ച് ധൈര്യം വേണം. ഈ ഭൂമിയിൽ ഈ രീതിയിൽ എപ്പോഴും ശാന്തമായിട്ട് സ്നേഹത്തോടെ സംസാരിക്കാൻ ശ്രമിച്ചവരൊക്കെ പലപ്പോഴും വേദന അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ ധൈര്യം വേണം. അതാണ് ഇവിടെ വേണ്ടത് എന്നുള്ള വിശ്വാസമുള്ളിൽ വേണം. അതിന് ഗുരുവിന്റെ കൃപ അത്യാവശ്യമാണ്. നമുക്ക് ആ കണക്ഷൻ വേണം, ഇല്ലെങ്കിൽ ധൈര്യം വരില്ല. ഒരിക്കലും അദ്ദേഹം പരാജയപ്പെടില്ല. എൻ്റെ മാസ്റ്ററുടെ വാക്കുകൾ ഒരിക്കലും പരാജയപ്പെടില്ല. ബാബുജി മഹാരാജ് പറഞ്ഞു, ലാലാജി മഹാരാജ് വേർഡ്സ് വിൽ നെവർ ഗോ റോങ്, വിൽ നെവർ ഫെയിൽ. അപ്പൊ ആ ഒരു ഉത്തമ വിശ്വാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രേസിന്റെ ആ ഒരു സ്രോതസ്സിലേക്ക് കണക്ട് ആവും, ഡിവിനിറ്റിയിലേക്ക് കണക്ട് ആവും. അപ്പൊ അതിന് നമ്മൾ ഇപ്പോൾ ഉള്ള ഈ പ്രവണതകളിൽ നിന്നും തിരിഞ്ഞിട്ട് ഉള്ളിലേക്ക് കണക്ട് ആവും. അതിനുശേഷം ആണ് നമ്മൾ സംസാരിക്കുന്നത്. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, സംസാരിക്കുന്നത് കുറെ ടൈമൊന്നും വേണ്ട. ആദ്യം നമുക്ക് കുറച്ച് അതിന് പ്രാക്ടീസ് വേണം. പെട്ടെന്ന് ചാടി കയറി ഉത്തരം പറയാതെ പോസ് ബിഫോർ യു റിയാക്ട്. പോസിൽ നമുക്കെല്ലാം കണ്ടെത്താൻ സാധിക്കുന്നു. എന്നിട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. ഇനി അഥവാ നമ്മൾ പറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും അഹംബോധം പ്രകടിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ അവിടെയും വീണ്ടും പോസ് കൊണ്ടുവരിക, മാറി നിൽക്കുക, കറക്ഷൻ കൊണ്ടുവരിക, പ്രാർത്ഥിക്കുക. വീണ്ടും നമ്മൾ ആ ഒക്കേഷനെ നമ്മുടെ ഉള്ളിൽ റീലീവ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും സംഭാഷണം തുടരാം. ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന കാര്യമായിരിക്കും. ക്രമേണ നമ്മൾ ആ പോസിലേക്ക് കണക്ട് ആവും. കറക്ഷൻസിന് ആവശ്യമില്ലാതെ എപ്പോഴും കൺഫോർമിറ്റി വിത്ത് റിയാലിറ്റിയായി മാറും. ഇൻ അതർ വേർഡ്സ്, എ സോർട്ട് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് ദ കറന്റ് ഓഫ് റിയാലിറ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. This results in effectiveness as whatever is spoken goes on touching the hearts of the others. എല്ലാവരും ഹൃദയത്തെ സ്പർശിക്കുന്നു എന്നാണ് ലാലാജി മഹാരാജ് പറഞ്ഞത്. അവരെ ബുദ്ധിയെ സ്പർശിക്കാൻ ഓൾമോസ്റ്റ് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഒരാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഒരാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് നടക്കാത്ത കാര്യം തന്നെയാണ് മിക്കവാറും. അപ്പൊ അത് മനസ്സിലാക്കുന്നത് ഉള്ളിലേക്ക് സ്പർശിക്കണം, ഹൃദയത്തിൽ സ്പർശിക്കണം. അപ്പൊ അവർ സ്വീകരിച്ചില്ലാതെ വരാം. അത് പോയിട്ട് അവർക്കത് മനസ്സിലാവും, ഈ പറഞ്ഞ കാര്യം കറക്റ്റാണ് എന്ന് ഹൃദയത്തെ സ്പർശിക്കും മനസ്സിലാവും. കാരണം അതിന്റെ ഇഫക്റ്റ് ബുദ്ധിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കണം. നമ്മൾ ശക്തമായിട്ടൊരു കാര്യം പറയുമ്പോൾ ശക്തമായിട്ട് പ്രതിരോധം, റിയാക്ഷൻ വരും, സ്വീകരിക്കലുണ്ടാവില്ല. എപ്പോഴും ആക്ഷൻ റിയാക്ഷൻ നൽകുന്നു. റിയാക്ഷൻ ഇല്ലാത്ത ഒരു പ്രവൃത്തി മാത്രമേ, സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ ജെന്റിലായിട്ട് ലക്ഷ്യബോധം മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, യഥാർത്ഥ ലക്ഷ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ പറയേണ്ടത്. പോസിറ്റീവായിട്ടുള്ള സജഷൻസ്. ഒരിക്കലും ഇത് നല്ലതല്ല, അത് മോശമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഫോഴ്സ് ഓഫ് ചെയ്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിർബന്ധം പിടിക്കുമ്പോൾ എന്താ ഞാൻ ഇങ്ങനെ ചെയ്ത. അപ്പൊ ബുദ്ധി ഈ ലോവർ ലെവലിൽ ആക്ട് ചെയ്യുന്നത്. ബുദ്ധിയെ ആ ധിയിലേക്ക് കണക്ട് ചെയ്യണം. അത് ഹൃദയം എന്ന് പറഞ്ഞു. നമ്മുടെ എല്ലാവരും ഹൃദയത്തിലേക്ക് കണക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇഫക്റ്റീവ്നെസ് ഹാസ് ടു ബി ദയർ എന്നാണ്. ആൻഡ് ഇഫ് വി കോപ്പി ഇറ്റ്, ഓൺലി ദോസ് വേർഡ്സ് വിൽ ഫ്ലോ ഡ്യൂറിങ് കോൺവെർസേഷൻ ദാറ്റ് ആർ ഇന്റൻഡഡ് ആൻഡ് ആർ റൈറ്റ്. ആ വാക്കുകളെ പ്രകടമാവുള്ളൂ എന്നാണ് ലാലാജി മഹാരാജ് പറഞ്ഞത്. അപ്പോൾ ക്രമേണ ഈ പ്രാക്ടീസിലൂടെ നമ്മൾ അവിടേക്ക് എത്തിച്ചേരുന്നു. വേണ്ട വാക്കുകൾ മാത്രം വരുന്ന രീതിയിൽ, അനാവശ്യമായിട്ടുള്ളൊരു പദം വരില്ല. മാസ്റ്റേഴ്സ് സംസാരിക്കുന്നത് കേട്ടാലല്ല, ഒരു വാക്ക് അസ്ഥാനത്തുണ്ടാവില്ല. പറഞ്ഞത് അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യാതെയാണ് പുസ്തകങ്ങളായിട്ട് ഇറങ്ങുന്നത്, സ്പീച്ചുകളൊക്കെ. അവിടെ കറക്ഷൻസ് ഒന്നും ആവശ്യമില്ല. ആ നിമിഷത്തിൽ അതാ വേണ്ടത്. അപ്പൊ ആ തരത്തില് സംഭാഷണം ട്രാൻസ്ഫോംഡ് ആയി മാറുന്നു ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ്. അപ്പൊ അത് എവിടെയാണ് വേണ്ടത്? എൻ്റെ ഉള്ളിൽ. എനിക്ക് ആ ഫെയ്ത്ത്, കോൺഫിഡൻസും കറേജും വേണം. മാസ്റ്ററോടുള്ള ആ കണക്ഷൻ വേണം, ഒബീഡിയൻസ് വേണം. അങ്ങനെ ആകുമ്പോൾ എൻ്റെ ഉള്ളിൽ അത് രൂപീകരിക്കപ്പെടുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് അനുഭവിക്കുന്ന ആൾക്കും ആ കണക്ഷൻ ലഭിക്കുന്നു. നമ്മൾ അതിൻ്റെ റിസൾട്ട്സിന് വേണ്ടിയിട്ട്
വെയിറ്റ് ചെയ്തിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. അയ്യോ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു എഫക്റ്റ് ഉണ്ടായില്ല എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. എഫക്റ്റ് ഉണ്ട്, ഒരു സംശയമില്ല. ഒരു പൂ വിടരുന്ന പോലെ അത് തീർച്ചയായിട്ടും പ്രകടമാവും എന്നാണ് ലാലാജി മഹാരാജ് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ കാത്തുക്കണം. സ്നേഹം ഉള്ളടത്ത് ക്ഷമയുണ്ട്, പേഷ്യൻസ് ഉണ്ട്. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അച്ഛനും അമ്മയും എത്ര ക്ഷമയോട് കൂടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. വലുതാവും, നന്നാവും നന്നാവും എന്നുള്ള ആ ഒരു പേഷ്യൻസ്, ഈ പേഷ്യൻസ് നമ്മുടെ ഉള്ളിൽ വേണം. ആ പേഷ്യൻസിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിലുടനീളം ഈ ഹൃദയത്തിലുള്ള സംഭാഷണത്തിലേക്ക് കണക്റ്റഡ് ആയിട്ട് കൊണ്ടേ ചെയ്തിരിക്കും. ഒരിക്കലും നമ്മൾ അവിടെ നിന്നും എന്താ പറയുക, അക്ഷമരായിട്ട് ഇംപേഷ്യൻ്റ് ആയിട്ട് നമ്മൾ ദേഷ്യം വരിക, സപ്രസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഒരു ഇതുണ്ട്, കുറെ കാശ് ശ്രമിച്ചു, പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്ന് നമ്മൾ അങ്ങോട്ട് നിർബന്ധം പിടിക്കാൻ തുടങ്ങും. അതോടുകൂടിയിട്ട് ആ ഹൃദയത്തിന്റെ സാമ്രാജ്യം അവിടെ നഷ്ടപ്പെട്ടു പോകണം. എവിടെയൊക്കെ വയലൻസ് കടന്നു വരും, ഹിംസ കടന്നു വരുന്നു, അവിടെയൊക്കെ ആ ഫ്ലോ അത് ബ്ലോക്ക് ചെയ്യപ്പെടുക. ഇതും നമ്മുടെ ചരിത്രത്തിൽ പല മഹാന്മാരുടെ ജീവിതം നോക്കിയാൽ അറിയാം. അക്ഷമരാകുമ്പോൾ എങ്ങനെയാണ് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളായി മാറുന്നു. കാരണം ക്ഷമയില്ലാതെ ഒരു നിമിഷം കുറെ ശ്രമിച്ചു, നമുക്കുണ്ടാവാം, കുറെ പ്രാവശ്യം ഞാൻ ശ്രമിച്ചു എന്നിട്ടും പറ്റുന്നില്ല. അപ്പൊ ഞാൻ നിർബന്ധിക്കുമ്പോൾ ഞാൻ എൻ്റെ ക്രിയേഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈശ്വരൻ എത്ര ക്ഷമിക്കുന്നു, എന്തൊക്കെ അവിടെ സംഭവിക്കുന്നു. അവ വെയിറ്റ് ചെയ്യുക, കറക്ഷൻ അവിടെ നിന്ന് വരും. ഏതെങ്കിലും ഒരു കാര്യം ശരിയല്ലെങ്കിൽ കറക്ഷൻ തീർച്ചയായിട്ടും വരും, യാതൊരു സംശയമില്ല. കാരണം മുകളിൽ നിന്ന് കറക്റ്റീവ് ഫാക്ടേഴ്സ് വരും. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ നമ്മുടെ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, നമ്മുടേതായിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ ഇല്ലാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കറക്ഷൻ അവിടുന്ന് വരും. പ്രാർത്ഥനാഭാവത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ കറക്ഷൻ തീർച്ചയായിട്ടും വേണ്ട രീതിയിൽ സംഭവിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല, കാര്യമില്ല. നമുക്കത് ജീവിതത്തിൽ അറിയാം. നമ്മൾ ഒരു ശരിയായിട്ടുള്ള ദിശയിൽ പോകുന്ന സമയത്ത് ഒരുപാട് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കേണ്ടി വരാം. നമ്മളെ വല്ലാതെ പീഡിപ്പിക്കുന്ന ആൾക്കാരുണ്ടായി എന്ന് വരാം. ക്ഷമയോട് കൂടിയിട്ട് വീണ്ടും ശരിയായിട്ടുള്ള വഴിയിൽ പോകുമ്പോൾ ഈ തരത്തിൽ തടസ്സം സൃഷ്ടിക്കുന്ന ശക്തികൾ ജീവിതത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് വീണ് 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 പോകുന്നത് കാണാം. ഒരു മുറിവ് ഉണങ്ങുമ്പോൾ അതിന്റെ മുകളിലെ ക്രസ്റ്റ് വീണ് പോയിക്കോളും എന്നാണ് രാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞത്. അപ്പൊ അതിനുവേണ്ടി നമ്മളായിട്ട് ശ്രമിക്കേണ്ട കാര്യം, നമ്മൾ ആ ഹൃദയത്തിന്റെ യഥാർത്ഥത്തിലുള്ള സാമ്രാജ്യത്തിൽ കണക്ട് ചെയ്യുക, അവിടെയുള്ള വേദനകളെ മാറ്റാൻ ചെയ്യുക, അവിടെ സ്നേഹത്തിന്റെ ലേപനം നടത്തുക. അതാണ് എല്ലാവർക്കും ആവശ്യം. ബാക്കിയുള്ളതെല്ലാം അവിടെ അപ്രത്യക്ഷമായി വരുന്നത് കാണാം. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതൽ ഇൻട്രോസ്പെക്ട് ചെയ്യാം. അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.